ഇത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധമായ രാവിലാണ് ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചതെന്നത്. ഖുർആൻ റമളാൻ ഖുർആന്റെ മാസമാണ്. ഈ ഖുർആനെ നീ പരിചയപ്പെടേണ്ടത് മരിച്ചവനോടും മരിച്ചതിന് ശേഷവും മരണാസന്നനോടും നീ പറയുന്നത് മുൻകരനെയും നക്കീറിനെയും കുറിച്ചിട്ടല്ല, പരലോകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിർണിതമായ ദിശയിലൂടെ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിർണിതമായ ദിശയിലൂടെ സൂര്യനെ സഞ്ചരിപ്പിച്ചു നിന്റെ റബ്ബിനെ നീ അറിഞ്ഞുവോ? കൃത്യമായി ചന്ദ്രനെ ഈ ശൂന്യാകാശത്തിൽ വിന്യയിപ്പിച്ച ഇത്ര നാള് ചന്ദ്രനെ നിനക്ക് വെളിച്ചമായി നൽകിയ നിന്റെ റബ്ബിനെ ജീവിതത്തിൽ നീ അറിഞ്ഞുവോ? ഇന്നേ വരെ സൂര്യൻ പോയി ചന്ദ്രനെ തട്ടാറ്, ചന്ദ്രൻ പോയി സൂര്യനെ തടസ്സം നിൽക്കാറ്, രാത്രി വരേണ്ട സമയത്ത് പകല് വരാറ്, പകല് വരാത്ത വരേണ്ട സമയത്ത് രാത്രി വരാറ്, കൃത്യമായി പ്രപഞ്ചത്തിന്റെ താളബോധങ്ങളെ സംവിധാനിച്ച നിന്റെ റബ്ബിനെ നീ അറിഞ്ഞുവോ? എങ്കിൽ നിന്റെ ഖബറിൽ നിനക്ക് രക്ഷയുണ്ട്, പരലോകത്ത് നിനക്ക് സമാധാനമുണ്ട്. അലം അൽഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ. അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമില്ലാത്ത, പടച്ച റബ്ബിനെ തിരിച്ചറിയാൻ കഴിയാത്ത പൈശാചിക വഴികളിലൂടെ നിന്റെ വായന പോയതെന്തിനാണ്? ഇതാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മരിക്കാൻ കിടക്കുന്നവനോടും മരണവെപ്രാളത്തിൽ പടയുന്നവനോടും മരിച്ചിട്ട് ഖബറിലേക്ക് പോകുന്നവനോടും ആകാശത്തിന്റെ തമ്പുരാനെ തിരിച്ചറിയാത്തതെന്ത് എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുർആൻ. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ഖുർആനിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനെന്നറിയുമോ? ഖുർആനിലൂടെ നിങ്ങൾ അറിവിനെ പഠിക്കുക. അറിവിലൂടെ നന്മയെന്നാണ് മതകാര്യ വകുപ്പിന്റെ ശീർഷകമെങ്കിൽ നന്മയിലേക്ക് നയിക്കുന്ന അറിവൊന്നു മാത്രമേ ഉള്ളൂ. അറിവ് മറ്റൊന്നുമല്ല, അത് ഖുർആന്റെ അറിവാണ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഓ നബിയേ, ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നത് ഈ ഖുർആൻ വെച്ചിട്ട് ശാസ്ത്രം കണ്ടുപിടിക്കാനല്ല, ഈ ഖുർആൻ പിടിച്ചിട്ട് മറ്റുള്ളവരോട് തർക്കിക്കാനല്ല. ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നത് ലറാദുക ഇലാ മആദ്, പരലോക വിജയത്തിലേക്ക് നിങ്ങൾക്ക് നടക്കാനാണ് അല്ലാഹു ഖുർആനിനെ അവതരിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് അറിവ് നൽകുമാറാകട്ടെ. എന്തിനാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്, പരലോകത്തിലേക്ക് വിജയത്തിലേക്ക് നടക്കാനാണ് ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത്. അല്ലാഹു നമുക്ക് ഖുർആന്റെ അറിവ് നൽകുമാറാകട്ടെ. ആമീൻ പറയ് സഹോദരങ്ങളെ. ഖബറും കഫന്നുണിയും പറഞ്ഞിട്ട് നന്നായിട്ട് കരയിപ്പിച്ചാൽ മതി, ഞാൻ ആ വാക്ക് പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുഹിബ്ബുൽ ഖുർആൻ, ഖുർആനെ സ്നേഹിക്കുന്നവരാകണം. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, ഈ ഖുർആനെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നത് ലറാദുക ഇലാ മആദ്, സൂറത്തുൽ ഖസസ്. ലറാദുക ഇലാ മആദ്, പരലോകത്തിലേക്കുള്ള വിജയത്തിന്റെ യാത്രയിൽ നിങ്ങൾക്ക് കൂട്ടുകാരനായിട്ടാണ്. ഖുർആൻ നമ്മുടെ പരലോക വിജയത്തിന് കാരണമാകുന്നുവോ? ആണോ? അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചെന്തിനാണ്? നമ്മൾ വലിയ വഹളന്മാരാണ്. എന്താ പറയാ? ഈ ഖുർആൻ പറഞ്ഞത്, ഈ കണ്ടുപിടിച്ച പുതിയ കണ്ടുപിടുത്തം 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞാണ്. ഖുർആൻ പറഞ്ഞ മുഴുവൻ സയൻസാണ്. ഇത് ഖുർആന്റെ ലക്ഷ്യമേ അല്ല. നമുക്കത് പറയാം, പക്ഷേ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച ശാസ്ത്രം പറയാനല്ല. ആണോ? ആണോ മനുഷ്യന്മാരെ? ആണോ സഹോദരങ്ങളെ? അല്ല, നമ്മൾ വലിയ ഊറ്റം കൊള്ളുന്ന എന്താ? പടച്ചോനെ ഇത് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ പറയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയാനാണോ? പിന്നെയോ? ഖുർആന്റെ ലക്ഷ്യം പരലോകത്തെ പറഞ്ഞിട്ട് അള്ളാനെ പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഇത് സംശയമുണ്ട്. എന്നാ നിങ്ങളൊരു ഉദാഹരണം പറയും.
ഖുർആൻ ഒരു വലിയ ഗ്രന്ഥമാണ്. റമദാൻ ഖുർആന്റെ മാസമാണ്. നമ്മൾ ആ ഖുർആന്റെ മാസത്തിൽ ഞാൻ ഖത്തമുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഓത്ത്. ഒരായത്ത് അവിടെ നിൽക്കണമെന്ന് തുടങ്ങണമെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ഒരുമാതിരി ഓതലുണ്ടോ? ഉണ്ട്. അതല്ല ഖുർആൻ. ഖുർആൻ ആഴങ്ങളിലോട്ട് ഇറങ്ങേണ്ട ഒരു പഠനമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു അധ്യാപകനൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കരുതരുത്. കുറച്ചുകൂടെ ഇപ്പൊ ഇയാൾ വന്നിട്ട് നമ്മളെന്ത് പഠിപ്പിക്കാനാണ്? ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ നിങ്ങൾ ആരും കരുതരുത്. ബഹുമാനരായ KMCCയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പേര് ഞാൻ ഒഴിവാക്കിയെങ്കിലും അള്ളാടെ ഇടയിൽ വരെ പേര് ഒഴിവാക്കില്ല. കാരണം അവർ നന്മകൾക്ക് വേണ്ടി നിലകൊണ്ടവരാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 2 വർഷം മുമ്പാണ് ഞാൻ കുവൈത്തിലൊന്ന് വന്ന് പ്രസംഗിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു, ഇസ്ലാമിക് സെന്ററിന്റെ പരിപാടി. പിന്നീട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഇയാൾ വലിയ തത്വശാസ്ത്രം പഠിപ്പിക്കാനല്ല, ഞാൻ നിങ്ങൾ ആരെയും പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകനല്ല. പിന്നെയോ ഞാനാരാ? പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, പ്രണയം പറയാ ഞാനൊരു ആശിക്കുമല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ കഴിഞ്ഞ 17 വർഷക്കാലമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ദൗത്യത്തിൽ ഒരു കണ്ണിയായി ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രം. അതിലായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ, അള്ളാഹുവിന്റെ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലല്ല. നിങ്ങളെ നോക്കി നോക്കി അള്ളാഹു ശാസ്ത്രം പറയുകയാണ്, ഈ ഭൂമിയാനാണ് തൊട്ടിലുപോലെ നിനക്ക് വിരിച്ചു തന്നതാരാണ്? ഈ ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ ആണി അടിക്കുന്നത് പോലെ പർവ്വതങ്ങളെ ഭൂമിയുടെ മുകളിൽ അടിച്ചു തന്നതാരാണ്? ഭൂമിയുടെ ശാസ്ത്രം പറഞ്ഞ്, പർവ്വതത്തിന്റെ ശാസ്ത്രം പറഞ്ഞ്. അപ്പൊ നമ്മൾ ഓർക്കും അള്ളാഹുവിന്റെ ഖുർആൻ ശാസ്ത്രം പറഞ്ഞിട്ടില്ലേ? ഇത് പറഞ്ഞിട്ട് നമ്മുടെ ചിന്ത ഈ ശാസ്ത്രത്തിലേക്ക് പോകുമ്പോ അടുത്തായത്തിൽ അള്ളാഹു പറയുന്നതെന്നാൽ ഭൂമിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട. സൂറെന്ന കാഹളത്തിൽ ഒരു ദിവസം ഊതപ്പെടും. അന്ന് ഈ പർവ്വതം കൊണ്ട് ആണി പോലെ ഞാൻ അടിച്ച് ബലമാക്കി നിർത്തിയ ഭൂമിയെ ഞാൻ ചുരുട്ടിക്കെട്ടുമടാ. നിങ്ങൾ കൂട്ടം കൂട്ടമായി ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് വിചാരണക്ക് നിൽക്കുമെന്നുള്ള ഓർമ്മ വേണം. അന്ന് ഈ പർവ്വതത്തെ ഞാൻ ധവളമായി പൊടിയാക്കി മാറ്റിയിട്ട് ഈ പർവ്വതത്തെ മുഴുവനും ആണി പോലെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഞാൻ വെച്ചിരുന്ന ഈ പർവ്വതത്തെ ഞാൻ പൊടിച്ചു മാറ്റിയിട്ട് അള്ളാഹു പരലോക സൃഷ്ടിക്കുമത്രേ. എന്നിട്ട് എന്റെ മുമ്പിൽ കൂട്ടം കൂട്ടമായി നിങ്ങളെ എന്റെ മുമ്പിൽ ഞാൻ വിചാരണയ്ക്ക് കൊണ്ടുവരും. എന്നിട്ടോ അള്ളാഹു ശാസ്ത്രം പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ആയത്തേതെന്നറിയോ? ഇന്ന ജഹന്നമ കാലത്ത് മിർസാദാ ലിത്താഗീന മആബാ. അന്നീ ഭൂമിയുടെ മുകളിൽ അഹങ്കാരികളായി നടന്നവർക്ക് കത്തിക്കാളുന്ന ജഹന്നമെന്ന നരകത്തെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പൊ സഹോദരങ്ങളെ, ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലല്ല, അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് പറഞ്ഞ് പടച്ച റബ്ബിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കലാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ആ ബോധ്യം തരട്ടെ. صلي على محمد أعداد رمل الثرى وسلم صلى الله لما على غدنا محمد خير الرسل طه المكرم صلى الله
ما لي حبيب سوى محمد يوم الحوان به تغسم صلى الله على السماء سماء محمد جبريل قال له تقدم صلى الله بين الضلال جلا محمد بدر لنور هدى متمم صلى الله جداري الهدى محمد ترك الصلاة ولم يصيم صلى الله ميلاد سيدنا محمد أم القرى بلد معلم صلى الله أعمار سيدنا محمد 60 في معلم صلى الله اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله പടച്ചവനെ അല്ലാഹുവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ